ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർക്കുന്നതിനായുള്ള ചർച്ച നാളെയും തുടരും. ഓണറേറിയം ഉടൻ വർദ്ധിപ്പിക്കാനാവില്ല എന്ന നിലപാട് ഇന്നത്തെ ചർച്ചയിലും ആരോഗ്യമന്ത്രി ആവർത്തിച്ചു. പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. അതേസമയം സംയുക്ത ചർച്ചയ്ക്ക് ഇനിയില്ല എന്ന നിലപാട് സമരസമിതിയും സ്വീകരിച്ചു. 3 മണിക്ക് തുടങ്ങിയ ചർച്ച അവസാനിച്ചത് 6 മണിയോടെ. പക്ഷേ സമരം തീരുന്നതിൽ ഒരു തീരുമാനവുമില്ല. ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പിലെയും ധനവകുപ്പിലെയും തൊഴിൽ വകുപ്പിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമിതിയെ നിയോഗിക്കാം എന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ സമരസമിതി നിർദ്ദേശത്തെ അനുകൂലിക്കുന്നില്ല. പക്ഷേ ഈ ചർച്ചയിൽ കഴിഞ്ഞ 2 ചർച്ചയിൽ നടന്നതുപോലെ ഓണറേറിയത്തിന്റെ വർധനവിനെ സംബന്ധിച്ചും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിനെ സംബന്ധിച്ചും ഒരു തീരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ദീർഘമായി ചർച്ച ചെയ്തു. ഒരു കമ്മിറ്റിയെ വെക്കുന്നതിനെ കുറിച്ചാണ് ആരോഗ്യമന്ത്രി ഒരു നിർദ്ദേശം വെച്ചത്. ഓണറേറിയം വർദ്ധിപ്പിക്കണം, വിരമിക്കൽ ആനുകൂല്യം നൽകണം, പെൻഷൻ അനുവദിക്കണം തുടങ്ങി സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ തീരുമാനങ്ങളൊന്നുമില്ല. അവസാന നിമിഷം വരെ ഞങ്ങളെ അതിനുവേണ്ടി അവർ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളെ പറഞ്ഞു, ഞങ്ങളെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ സമരമുഖത്തുനിന്ന് വരുന്ന ആളുകളെന്ന നിലയ്ക്ക് ആ പരിഗണന തന്നുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 3000 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ആലോചിക്കൂ, അതിനുള്ള സമയമുണ്ടല്ലോ, അല്ലാതൊരു ചർച്ച ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ആ ചർച്ച അവസാനിപ്പിച്ചെഴുന്നേക്കുന്നത്. 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് നൽകുമെന്നും അതിനുശേഷം വിഷയങ്ങൾ പരിഗണിക്കാമെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന അഭ്യർത്ഥനയും വീണ ജോർജ് നടത്തി. INTUC, CIT ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ പിന്തുണയ്ക്കുകയാണ്. ആശാവഹമായ പുരോഗതിയാണ് ചർച്ചയിലുണ്ടായിട്ടുള്ളത്. കുറേ കാലങ്ങളായി നിൽക്കുന്ന ഒരു ആവശ്യം അത് പരിഗണിച്ചുകൊണ്ട് ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി അത് ചെയ്യാം എന്ന് സമ്മതിക്കുന്നത് പോലെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്. ഈ തത്വത്തിൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും ഏതാണ്ട് 1-2 വിഷയങ്ങൾ ഒഴികെ എല്ലാ കാര്യങ്ങളിലും പൊതുവെ ധാരണയായിട്ടുണ്ട്. ചർച്ചയിൽ അനുകൂല തീരുമാനമില്ലെന്ന് വാർത്ത പുറത്തു വന്നതോടെ സമരപന്തലിൽ വീണ്ടും പ്രതിഷേധം. ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നാളെയും തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരത്തിന്റെ ഭാവി എന്താകുമെന്നാണ് അറിയേണ്ടത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.